കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ KSU മുഖ്യമന്ത്രി തർക്കത്തിൽ ഒടുവിൽ AICC നേതൃത്വം നേരിട്ട് ഇടപെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോട്ടയത്ത് നടന്ന അന്തരിച്ച ജനനായകൻ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഈ വിഷയത്തിൽ ഔദ്യോഗികവും വ്യക്തവുമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി മൈൻഡ് ചെയ്തില്ല എന്നുമായി ബന്ധപ്പെട്ട് KSU സർക്കാരെ പാടെ അവഗണിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? ഞാൻ KSUവിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അപ്പോൾ KSU പ്രവർത്തകർക്ക് സന്തോഷകരമല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നടന്നിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്ക് അവരോട് ഉപദേശിക്കാനുള്ളത്, ഇത്തരം സന്തോഷകരമല്ലാത്ത കാര്യങ്ങൾ പലതും നടന്നാൽ അത് ബന്ധപ്പെട്ട വേദികളിലും അതുപോലെ തന്നെ നേതാക്കളിലും അറിയിച്ചിട്ട് പരിഹരിക്കാൻ അവർ പരിശ്രമിക്കണം എന്നാണ് എനിക്ക് അവരോട് ഉപദേശിക്കാനുള്ളത്. കാരണം ഈ ഗവൺമെൻറ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, ജനങ്ങളാകെ പ്രതീക്ഷിച്ച് അധികാരത്തിൽ വന്നൊരു ഗവൺമെൻറ്റാണ്. അത്രയേറെ ബഹുമതി നൽകി തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ്റാണ്. ഒരുപാട് പ്രതീക്ഷകൾ ഗവൺമെൻറ്റിലുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ അലോസരങ്ങൾ ഉണ്ടാകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ, അതിനകത്ത് അവർ ഞാനൊരു കുറ്റപ്പെടുന്നില്ല. ആ വിഷമങ്ങൾ പരിഹരിക്കാൻ പാർട്ടി ശ്രമിക്കും. പാർട്ടി ശ്രമിക്കും. അവരുടെ പ്രശ്നങ്ങളും പാരാതികളൊക്കെ തന്നെ പരിശ്രമിക്കാൻ പാർട്ടി ശ്രമിക്കും, ഗവൺമെൻറ് ശ്രമിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് മനോവിഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ആരും ചെയ്യുന്നതാണ് എൻ്റെ KSU പ്രവർത്തകർക്ക് വിഷമമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെന്ന് പരസ്യമായി സമ്മതിച്ച അദ്ദേഹം, എന്നാൽ ഇത്തരം സംഘടനാ കാര്യങ്ങൾ പൊതുവേദികളിലോ മാധ്യമങ്ങളിലോ ചർച്ചയാകുന്നതിന് പകരം പാർട്ടി വേദികളിലാണ് ആദ്യം ഉന്നയിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചു. സംഘടനയ്ക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യവും സർക്കാരിന്റെ പ്രതിച്ഛായയും ഒരുപോലെ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുന്നതായിരുന്ന KC വേണുഗോപാലിന്റെ വാക്കുകൾ. ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ഭരണ സംവിധാനമാണിതെന്നും അതിനാൽ സ്വന്തം അണികളുടെ ഭാഗത്തു നിന്നു തന്നെ ഭരണത്തിന് അലോസരമുണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകരുതെന്നും അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. കേരളത്തിലെ ക്യാമ്പസുകളിൽ ശക്തമായ സ്വാധീനമുള്ള വിദ്യാർത്ഥി സംഘടനയായ KSUവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ ചില പരിഷ്കാരങ്ങൾ, സർവകലാശാല നിയമനങ്ങൾ, വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടികൾ എന്നിവയെ ചൊല്ലി KSU നേതൃത്വത്തിന് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നുവെന്നും ഭരണ നേതൃത്വത്തിൽ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്നുമുള്ള വികാരം KSU പ്രവർത്തകർക്കിടയിൽ ശക്തമായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് മുഖ്യമന്ത്രിയുടെ ചില നിലപാടുകൾക്കെതിരെ പരസ്യമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ വിദ്യാർത്ഥി സംഘടന നിർബന്ധിതമായത്. തങ്ങളുടെ സമരവീര്യത്തെയും ആത്മാഭിമാനത്തെയും മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ചില കോണുകളിൽ നിന്ന് ഉണ്ടായതെന്നാണ് KSU ഭാരവാഹികൾ സ്വകാര്യ സംഭാഷണങ്ങളിൽ വ്യക്തമാക്കുന്നത്. വിഷയം കൂടുതൽ വഷളാകുന്നത് പാർട്ടിയുടെ മുന്നണിയുടെയും കെട്ടുറപ്പിനെയും ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം അടിയന്തരമായി ഇടപെട്ടത്. പരാതികളും സങ്കടങ്ങളും എത്ര തന്നെ വലുതാണെങ്കിലും അവ ഉന്നയിക്കാൻ പാർട്ടിയിൽ കൃത്യമായ വേദികൾ ഉണ്ടെന്നും ആഭ്യന്തര കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്നത് രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകലാകുമെന്നും KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകുന്നു. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ അധികാരത്തിലേറ്റിയ സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള പ്രകോപനപരമായ ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. എങ്കിലും KSU പ്രവർത്തകർക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എന്നത് യാഥാർത്ഥ്യമാണെന്നും അത് പരിഹരിക്കാൻ പാർട്ടിയും സർക്കാരും ഒന്നിച്ച് ഒരേ മനസ്സോടെ ശ്രമിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മുതിർന്ന നേതാക്കളും യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും തമ്മിൽ പരസ്പര ബഹുമാനത്തോടെയുള്ള ആശയവിനിമയ ശൈലി രൂപപ്പെടുത്തേണ്ടതുണ്ട്. മുഖ്യമന്ത്രി KSU തർക്കത്തിന് പുറമെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വഖഫ് വാദത്തിനും KSU വേണുഗോപാൽ തന്റെയും പാർട്ടിയുടെയും നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. വഖഫ് ഭൂമി സംബന്ധിച്ച തർക്കങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വഖഫ് വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്നത് വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണെന്നും ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനും രാഷ്ട്രീയ ലാഭം കൊയ്യാനും മാത്രമാണ് ഇത്തരം പ്രസ്താവനകൾ ഉപകരിക്കുകയെന്നും യാഥാർത്ഥ്യങ്ങളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വസ്തുതകൾ വളച്ചൊടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന പ്രതിപക്ഷ ശൈലിയെ ശക്തമായി നേരിടാൻ തന്നെയാണ് തീരുമാനമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന വിയോജിപ്പുകളെ ചർച്ചകളിലൂടെ പരിഹരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ശൈലി
ക്യാമ്പസുകളിലും പാർട്ടി തലത്തിലും വീണ്ടെടുക്കേണ്ടതുണ്ടെന്ന സന്ദേശമാണ് ഈ അനുസ്മരണ സമ്മേളനം അടിവരയിടുന്നത്. അണികളെയും നേതാക്കളെയും ഒരുപോലെ കേൾക്കാൻ തയ്യാറായ ഒരു നേതൃത്വത്തിന് മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്നതിനാൽ KSU ഉന്നയിച്ച പ്രശ്നങ്ങളിൽ എത്രയും വേഗം അനുരഞ്ജന ചർച്ചകൾ നടത്തി പരിഹാരം കാണാൻ KCC നേതൃത്വത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ KSU മുഖ്യമന്ത്രി തർക്കം താൽക്കാലികമായി ഒത്തുതീർപ്പിലേക്ക് നീങ്ങുകയാണെന്ന സൂചനയാണ് KC വേണുഗോപാലിന്റെ വാക്കുകൾ നൽകുന്നത്. വിദ്യാർത്ഥി സംഘടനകളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ ഭരണപരമായ അച്ചടക്കം നിലനിർത്തുക എന്ന വെല്ലുവിളിയാണ് ഇപ്പോൾ നേതൃത്വത്തിന് മുന്നിലുള്ളത്. വരും ദിവസങ്ങളിൽ ഇരുഭാഗത്തെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉന്നതതല ചർച്ചകൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിക്കും.